എന്നാൽ OCPD ഇതല്ല. ചെയ്യുന്ന കാര്യത്തിൽ അമിതമായ ചിട്ട കാണിക്കുന്ന സ്വഭാവം. ഏൽക്കുന്ന കാര്യം പരമാവധി പൂർണ്ണതയോടെ ചെയ്യണമെന്ന നിർബന്ധത്തിൽ പിന്നെയും പൊളിച്ച് ചെയ്യുന്ന ജോലിയിൽ കാലതാമസം വരുത്തുക, ഇങ്ങനെ ചെയ്യാൻ മറ്റുള്ളവരുടെ മേൽ അമിത സമ്മർദ്ദം ഉണ്ടാക്കുക തുടങ്ങിയൊക്കെ കാണിക്കുന്ന ഒരുതരം വ്യക്തിത്വ വൈകല്യമാണ് ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഓഫീസിലെ എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ ലിസ്റ്റുകൾ, അത് സംബന്ധിച്ച ഓർഡറുകൾ എല്ലാം വിശദമായി പരിശോധിച്ച ശേഷമേ OCPDക്കാർ ഒരു ജോലി തുടങ്ങൂ. രണ്ടാമത്തേത് പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള അമിതമായ പെടാപ്പാടാണ്. പെർഫെക്ഷനിസം എന്നൊക്കെ നമ്മൾ സാധാരണ വിളിക്കുന്ന ഒരു ശൈലി. ചെയ്യുന്ന ജോലി ഉന്നത നിലവാരം പുലർത്തണമെന്ന നിർബന്ധം മൂലം പിന്നെയും പുതുക്കി ചെയ്ത് സമയത്ത് ജോലി തീർക്കാതിരിക്കുക എന്നതാണ് ഇത്തരക്കാരുടെ ഒരു പ്രത്യേകത. ജോലിയോടുള്ള അമിത താല്പര്യം നിമിത്തം വർക്ക്ഹോളിക് നേച്ചർ മൂലം കൂട്ടുകാരോടൊപ്പമൊന്നും ഇരിക്കാൻ സമയം കണ്ടെത്താത്തവർ, ഒഴിവു സമയങ്ങളിൽ പോലും, അതായത് ഇടവേളകളിൽ പോലും ആനന്ദം അനുഭവിക്കാൻ സാധിക്കാത്ത മാനസികാവസ്ഥയുള്ളവർ, എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതം, ധാർമ്മികത, എത്തിക്സ്, മൂല്യങ്ങൾ എന്നിവയിലുള്ള അമിതമായ ആശ്രയത്വം, ഇവയൊക്കെ നോക്കി വളരെ ശ്രദ്ധിച്ചു മാത്രമേ ഇത്തരക്കാർ ജോലി ചെയ്തു തീർക്കൂ. ഇത്തരത്തിലുള്ള നിർബന്ധങ്ങൾ നിമിത്തം ജീവിതത്തിൽ ഇവർക്ക് അധികം സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കണമെന്നില്ല. വീട്ടുകാർക്കൊപ്പവും സമയം ചെലവിടുന്നത് ചുരുക്കമായിരിക്കും. നമുക്ക് വൈകാരികമായി ഒരു ബന്ധവുമില്ലാത്ത, പഴകിയതോ വിലയില്ലാത്തതോ ആയ വസ്തുക്കൾ പോലും ഉപേക്ഷിക്കാനുള്ള മടി കൊണ്ട് സൂക്ഷിച്ചു വയ്ക്കുന്നവർ, തൻ്റേതായ രീതിക്ക് മറ്റുള്ളവർ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവരെ ജോലികൾ ഏൽപ്പിക്കാനോ അവരോടൊപ്പം പ്രവർത്തിക്കാനോ മടിക്കുന്നവർ, ഭാവിയിലുണ്ടാകുന്ന എന്തെങ്കിലും അപകടങ്ങൾക്കായി പണം സ്വരൂപിച്ചു വയ്ക്കണമെന്ന ബോധത്തിൽ അമിതമായ പിശുക്ക് കാണിക്കുന്നവർ, കർക്കശ സ്വഭാവവും ശാഠ്യവും കാണിക്കുന്നവർ, സൈക്കോ തെറാപ്പികളിലൂടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും.